അത് സ്റ്റുഡൻസ് ഫ്ലൂയിഡ് മെഷീനറിയിലെ മൊഡ്യൂൾ 2ൻ്റെ അടുത്ത ക്ലാസ്സാണിത്, സെക്കൻഡ് ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡ്രാഫ്റ്റ് ട്യൂബ്സിനെ കുറിച്ചായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പറ്റുന്ന സ്പെസിഫിക് സ്പീഡാണ്. സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈനാണ് നോക്കുന്നത്. ഈ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ടർബൈൻ ഉണ്ട്, ഒരു സ്പീഡ് ഓഫ് എ ടർബൈൻ ആണ് വിച്ച് ഈസ് ഇൻ ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പ്, ജോമെട്രിക്കൽ ഡയമെൻഷൻ, blade angles, gate opening etc. with the actual turbine but of such a size that it will develop unit power when working under unit head. അതായത് നമ്മൾക്കുള്ള ഒരു ആക്ച്വൽ ടർബൈൻ്റെ തന്നെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക, അതേപോലെ തന്നെ ജോമെട്രിക്കൽ ഡയമെൻഷൻ ആയിരിക്കും ഉണ്ടാവുക, ബ്ലേഡ് ആംഗിൾസ് ആക്ച്വൽ ടർബൈൻ്റെ പോലെ ആയിരിക്കും ഉണ്ടാവുക, ഗേറ്റ് ഓപ്പണിങ്സ് ആക്ച്വൽ ടർബൈൻ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എക്സെട്ര. ആ കാര്യങ്ങളെല്ലാം തന്നെ ആക്ച്വൽ ടർബൈൻ പോലെ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ആ സൈസിലുള്ള ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പവർ ആയിരിക്കും വെൻ വർക്കിംഗ് അണ്ടർ എ യൂണിറ്റ് ഹെഡ്. യൂണിറ്റ് ഹെഡിൽ ആ ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് പവർ ആയിരിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്പെസിഫിക് സ്പീഡിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് NS എന്ന് പറയും, NS എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഈ സ്പെസിഫിക് സ്പീഡിനെ തന്നെ വേറൊരു ഡെഫിനേഷനും കൂടി പറയുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി എളുപ്പം. സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ഈസ് defined as speed at which the turbine runs when it is working under a unit head and develops unit power. ഓക്കെ, അതായത് സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ എന്ന് പറഞ്ഞാൽ ടർബൈൻ്റെ സ്പീഡാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഏത് സ്പീഡിലാണോ ടർബൈൻ റൺ ചെയ്യുന്നത്, എപ്പോൾ ഒരു യൂണിറ്റ് ഹെഡിൽ ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ 1 kW പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടർബൈൻ റൺ ചെയ്യേണ്ട സ്പീഡ്, ആ സ്പീഡിനെയാണ് എന്തെന്ന് പറയുക? സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുക. അതവിടെ പറയുക സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്പീഡ് അറ്റ് വിച്ച് ടർബൈൻ റൺസ്, ദ സ്പീഡ് അറ്റ് വിച്ച് ടർബൈൻ റൺസ് വെൻ ഇറ്റ് ഈസ് വർക്കിംഗ് അണ്ടർ എ യൂണിറ്റ് ഹെഡ്, വെൻ ഇറ്റ് ഈസ് വർക്കിംഗ് അണ്ടർ യൂണിറ്റ് ഹെഡ് ആൻഡ് ഡെവലപ്സ് യൂണിറ്റ് പവർ. യൂണിറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് അല്ലേ. അപ്പോൾ 1 മീറ്റർ ഹെഡിൽ ഒരു ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യണു യൂണിറ്റ് പവർ യൂണിറ്റ് പവർ എന്ന് പറയുമ്പോൾ കിലോ വാട്ട് അല്ല, 1 kW പവർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ റൺ ചെയ്യേണ്ട സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് സ്പീഡാണ് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ അവിടെ ടർബൈൻ റൺ ചെയ്തിരിക്കുന്ന സ്പീഡിനെയാണ് എന്ത്? സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുക. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് NS. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. NS എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡാണ്, വിച്ച് ഈസ് ഈക്വൽ ടു N × √P/h⁴ എന്നാണ്. ഇതിൽ N എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് എ ടർബൈൻ ആണ്, P എന്ന് പറഞ്ഞാൽ പവറാണ്, ഷാഫ്റ്റ് പവറാണ്, H എന്ന് പറഞ്ഞാൽ നെറ്റ് ഹെഡ് ഓൺ ദ ടർബൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെസിഫിക് സ്പീഡിൻ്റെ ഡെഫിനിഷൻ, സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ നോക്കണം, കാരണം ഇവിടെ NS = N × √P/h⁴ എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഡെറിവേഷൻ നോക്കണം. പിന്നെ അടുത്തതാണ് എക്സ്പ്രഷൻ ഓർ ഡെറിവേഷൻ ഓഫ് സ്പെസിഫിക് സ്പീഡ്. ഓക്കെ, ഈ ഡെറിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ടർബൈൻസിൻ്റെ ജനറലായിട്ട് ടർബൈൻസിൻ്റെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. റിലേഷൻസും കാര്യങ്ങളും ഇക്വേഷൻസും കാര്യങ്ങളും അറിയണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഡെറൈവ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാൻ പോകുകയാണ് ഓവറാൾ എഫിഷ്യൻസി ഓഫ് എ ടർബൈൻ. ടർബൈൻ്റെ ഓവറാൾ എഫിഷ്യൻസി ഓഫ് ടർബൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ ആണെന്നറിയാം അല്ലേ. ഷാഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ പവർ ഡെവലപ്ഡ് ആണ്, ഡിവൈഡ് ബൈ വാട്ടർ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ρg/QH/1000 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ P/ρg/QH/1000 എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ 1 കൊടുത്തു. ഇതിന് ഇനി ഇവിടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ ടൈം അറിയാം നമുക്ക് അല്ലേ. P എന്ന് പറഞ്ഞാൽ പവറാണ്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, G ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, Q ഡിസ്ചാർജ് ആണ്, H നെറ്റ് ഹെഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ 1 നമ്മളിങ്ങനെ എഴുതുകയാണ്, ഓവറാൾ എഫിഷ്യൻസി ഈക്വൽ ടു P/ρg/QH/1000 ആണ്. അപ്പോൾ അതിൽ P = നമ്മൾ എഴുതുകയാണ്. ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എഴുതാം P = ഓവറാൾ എഫിഷ്യൻസി ഇൻറ്റു ρg/QH/1000 എന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ഈക്വൽ ടുവിന് മാറ്റിയിട്ട് അവിടെ പ്രൊപ്പോർഷണാലിറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ പവർ പ്രൊപ്പോർഷണൽ ടു എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? പവർ പ്രൊപ്പോർഷണൽ ടു ഇവിടെ ഇപ്പോൾ ഈ ഓവറാൾ എഫിഷ്യൻസി എന്താണ്? നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, G കോൺസ്റ്റൻ്റ് ആണ്, 1000 കോൺസ്റ്റൻ്റ് ആണ്, ഇതെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ് അല്ലേ. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ P പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? റിമൈനിങ് ആയിട്ട് ഇവിടെ വരിക ചെയ്യുന്നത് Qയും Hയും മാത്രമായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ P പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്താണ്? Q × H എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഇതിപ്പോൾ പവറിന് നമ്മളൊരു റിലേഷൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഇട്ടു. ഇനി
നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഡി എന്ന് പറഞ്ഞ് എടുക്കുകയാണ്, ക്യാപിറ്റൽ ലെറ്റർ ഡി, ഡയമീറ്റർ ഓഫ് ആക്ച്വൽ ടർബൈൻ. ടർബൈൻ്റെ ഡയമീറ്റർ ഡി എന്ന് കൺസിഡർ ചെയ്യണു. ടർബൈൻ്റെ സ്പീഡിനെ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് കൺസിഡർ ചെയ്യണു. യു എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ യു എന്ന് പറഞ്ഞാൽ ടർബൈൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് കൺസിഡർ ചെയ്യണു. എൻ എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ എന്ന് കൺസിഡർ ചെയ്യണു. വി എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് വാട്ടർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്തിട്ട് ഇനി ഇവിടെ ആബ്സല്യൂട്ട് വെലോസിറ്റി, ടാൻജൻഷ്യൽ വെലോസിറ്റി, ഹെഡ് ഓൺ ദ ടർബൈനിനും നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആബ്സല്യൂട്ട് വെലോസിറ്റി, ടാൻജൻഷ്യൽ, അതായത് വി യു എച്ച് വെച്ചിട്ടുള്ളൊരു റിലേഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം യു പ്രൊപ്പോർഷണൽ ടു വി എന്ന് എഴുതാം. ഇതിൻ്റെ റീസൺ എന്താ യു പ്രൊപ്പോർഷണൽ ടു വി എന്ന് എഴുതാൻ കാരണം? വി എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സല്യൂട്ട് വെലോസിറ്റി ആണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വി എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യു എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ. ടർബൈൻ മൂവിങ് ആണ്. അപ്പോൾ ആബ്സല്യൂട്ട് വെലോസിറ്റിയിലെ വാട്ടർ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വെയിൻ മൂവ് ചെയ്യണമെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വി ക്യാൻ റൈറ്റ് യു പ്രൊപ്പോർഷണൽ ടു വി എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇവിടെ യു വിക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം ഓക്കെ ആണ്, പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഓക്കെ ആണ്. അപ്പോൾ ഈ വി എങ്ങനെ ഇവിടെ എച്ചിന് റിലേഷൻ ആവണം? അതും വി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് എന്ന് എഴുതാനുള്ള കാരണം എന്തായിരിക്കും? കാരണം നമുക്ക് വി എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വെലോസിറ്റി ആണ്. ആബ്സല്യൂട്ട് വെലോസിറ്റി കാണാൻ നമുക്കൊരു റിലേഷൻ അറിയാം. എന്താണ്? വി ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് 2g h എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ റിലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2g കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് വി പ്രൊപ്പോർഷണൽ ടു എന്താണ്? റൂട്ട് എച്ച് എന്ന് എഴുതാം. ശരിയല്ലേ? ആ ഒരു രീതിക്കാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് യു പ്രൊപ്പോർഷണൽ ടു വി എന്ന് എഴുതി, വി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് എന്ന് എഴുതാം. സോ ഇൻഡയറക്ട്ലി നമുക്കിത് എന്താവുകയാണ്? അല്ലെങ്കിൽ വി ക്യാൻ റിലേറ്റ് യു പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് എന്ന് എഴുതിക്കൂടെ? അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. യു പ്രൊപ്പോർഷണൽ ടു എന്താണ്? റൂട്ട് എച്ച് എന്ന് എഴുതാം. സിൻസ് വി പ്രൊപ്പോർഷണൽ ടു എന്താണ്? റൂട്ട് എച്ച് ആണ്. ഓക്കെ, ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. അതായത് ഏത്? യു പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് എന്നുള്ളതിന് ഇക്വേഷൻ നമ്പർ 3 എന്നും കൊടുത്തു. ഇനി അതേപോലെ നമ്മളിപ്പോൾ ടാൻജൻഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ യു പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് എന്നുള്ള ടേമിൽ എഴുതിയിരിക്കുന്നത്. ഇനി ടാൻജൻഷ്യൽ വെലോസിറ്റിക്ക് നമുക്ക് ഒരു റിലേഷൻ അറിയാം. ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു ആണ്. യു എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമുക്കറിയാം πd/n/60 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിലിപ്പോൾ പൈയും 60യും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിനെ എഴുതാം യു പ്രൊപ്പോർഷണൽ ടു എന്താണ്? dn എന്ന് എഴുതാം അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ടർബൈൻ ആണ്, എൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ടർബൈൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഇക്വേഷൻ 3 ഇട്ടിട്ടുണ്ട്. യു പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും യുടെ തന്നെ ഇക്വേഷനാണ് കിട്ടിയത്, പ്രൊപ്പോർഷണൽ ടു ഡി എന്ന്. അപ്പോൾ യുവിന് തന്നെ 2 റിലേഷൻ കിട്ടി. ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കിട്ടി. ഇത് ഇക്വേഷൻ 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? ഇക്വേഷൻ 3യും 4ഉം എന്താണ്? നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. വി ആർ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 3 and 4. ആ 3ഉം 4 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? യു പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് എന്ന് നമ്മൾ പ്രീവിയസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റൂട്ട് എച്ച് പ്രൊപ്പോർഷണൽ ടു ഇവിടെ എന്താണ്? dn എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഡി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഡീനെ മാത്രം നിർത്തിയിട്ട് എന്നിനെ അതർ സൈഡ് കൊണ്ടുപോകുമ്പോൾ ഡി പ്രൊപ്പോർഷണൽ ടു റൂട്ട് h/n എന്ന് എഴുതാം. പുട്ട് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 5. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിയുടെ റിലേഷൻ കിട്ടി. ഡി എന്ന് പറഞ്ഞാൽ റൂട്ട് h/n ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ പവറിലിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ പവറിൽ നമ്മളിവിടെ QH എന്ന് പറഞ്ഞ റിലേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. P പ്രൊപ്പോർഷണൽ ടു Q H ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ Q ആണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. Q ഡിറ്റർമൈൻ ചെയ്യണം. Q ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഡിസ്ചാർജ് ത്രൂ ടർബൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് ജനറലായിട്ട് എടുക്കാം. Q എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി നമുക്ക് ജനറലായിട്ട് എടുക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ടർബൈൻ്റെ കേസിൽ ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ ജനറലി പറയുമ്പോൾ ഏരിയ ഓഫ് ഫ്ലോ ആണ് പറയുക അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഇമ്പല്ലർ ആകുമ്പോൾ ഏരിയ ഓഫ് ഫ്ലോയിൽ എന്തൊക്കെയാണ് വരുന്നത്? വിഡ്ത്തും ഉണ്ട്, ഡയമീറ്ററും ഉണ്ട്. ഡയമീറ്റർ ഓഫ് വെയിനും വരും, വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അതായത് B ഇൻറ്റു ഡി എന്ന് എഴുതാം അല്ലേ. വേർ B എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ത്താണ്. B എന്ന് പറഞ്ഞാൽ വിഡ്ത്താണ്. ഇവിടെ നമുക്ക് B ഇൻറ്റു ഡി എന്ന് എഴുതാം. ഇവിടെ ബിയും ഡിയും റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. സിൻസ് എന്താണ്? ബി പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. കാരണം ടർബൈൻ ഉണ്ട്, ടർബൈൻ്റെ ഇമ്പല്ലറിലുണ്ട്, ഇമ്പല്ലറിലുള്ള വെയിൻ ഉണ്ട്. ആ വെയിൻ്റെ വിഡ്ത്ത് ആ വെയിൻ്റെ ഡയമീറ്ററിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും ഉണ്ടാവുക. സോ വി ക്യാൻ റൈറ്റ് ബി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡി എന്ന് എഴുതാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ബി വി ക്യാൻ പുട്ട് ഡി. സോ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ടർബൈൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡി സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇനി അതേപോലെ വെലോസിറ്റി, ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് വേണ്ടത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു വാട്ട്? റൂട്ട് എച്ച് ആണ്. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ഏരിയ ആൻഡ് വെലോസിറ്റി ഇൻ ഡിസ്ചാർജ് ഇക്വേഷൻ Q. സോ വി ഗെറ്റ് Q പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച് എന്ന് എഴുതാം.
Q proportional to d square into root h എന്ന് എഴുതാം. D എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിലേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, റൂട്ട് എച്ച് ബൈ എൻ ആണ്. ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ d സ്ക്വയർ ആണ്, അപ്പോൾ റൂട്ട് എച്ച് ബൈ എൻ ഹോൾ സ്ക്വയർ എന്നിട്ടു ഇൻറ്റു റൂട്ട് എച്ച് ആണ്. ഇത് സോൾവ് ചെയ്യാണ്. റൂട്ട് എച്ച് സ്ക്വയറിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ h ആവും, ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഇൻറ്റു ഇവിടെ റൂട്ട് എച്ച് എന്ന് വരും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. ഇവിടെ h പവർ 1 ആണ്, ഇത് റൂട്ട് എച്ച് ആണ്. റൂട്ട് എച്ച് നമുക്ക് h പവർ 1/2 എന്ന് എഴുതാം. അത് സോൾവ് ചെയ്യുമ്പോൾ h പവർ 1 പ്ലസ് ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ h പവർ 1 ഇൻറ്റു h പവർ 1/2 ആണ്. സോ വി വിൽ റൈറ്റ് h പവർ 1 പ്ലസ് 2 എന്നുള്ള റിലേഷനിലാവും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 3/2 h പവർ 3/2 എന്ന് വരും, ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ? അതവിടെ ചെയ്തിട്ടുള്ളത് h പവർ 3/2 ബൈ എൻ സ്ക്വയർ. ഇപ്പോൾ ഫ്രം ഇക്വേഷൻ 5 അതാണ് ഇവിടെ എഴുതിയത്, ഡി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് ബൈ എൻ. അത് വെച്ച് കിട്ടി. അപ്പോൾ ഫൈനലി നമുക്ക് ക്യൂ എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടി, h പവർ 3/2 ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടി. ആൻഡ് പുട്ട് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ നമ്പർ 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്യൂയുടെ വാല്യൂ കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് the value of q in equation 2. നമ്മൾ ഇക്വേഷൻ 2 അവിടെ എഴുതി നിർത്തിയിട്ടുണ്ട്. എന്താണ് പവർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു q ആൻഡ് h എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി ഇട്ടിട്ടുള്ളത്. അതിൽ q ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ക്യൂവിന് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് p പ്രൊപ്പോർഷണൽ ടു എന്താണ് q ഇൻറ്റു h എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ക്യൂയുടെ വാല്യൂ എന്താണ് h പവർ 3/2 ബൈ എൻ സ്ക്വയർ ഇൻറ്റു h എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ h പവർ 3/2 ഉണ്ട്, ഇവിടെ h പവർ 1 ആണ്. അപ്പോൾ h പവർ 3/2 പ്ലസ് 1 ആണ്. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ h പവർ 5/2 എന്ന് വരും. സോ h പവർ 5/2 ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടി. ഇത് p പ്രൊപ്പോർഷണൽ ടു ആണ്. p പ്രൊപ്പോർഷണൽ ടു h പവർ 5/2 ബൈ എൻ സ്ക്വയർ ആണ്. ഈ പ്രൊപ്പോർഷണലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. ആ കോൺസ്റ്റന്റ് നമ്മൾ k എന്ന് കൊടുക്കുകയാണ്. സോ വി ക്യാൻ റൈറ്റ് p ഈക്വൽ ടു k ഇൻറ്റു h പവർ 5/2 ബൈ എൻ സ്ക്വയർ എന്ന് എഴുതാം, വെർ k ഈസ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇനി ഇവിടെ ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയുടെ വാല്യൂ നമുക്ക് കാണണം, kയുടെ വാല്യൂ കാണണം. അത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇഫ് p ഈക്വൽ ടു 1, ഇവിടെയുള്ള ഈ ഇക്വേഷനിൽ pക്ക് 1 എന്ന് കൊടുക്കുകയാണ്, അതേപോലെ hന് 1 എന്ന് കൊടുക്കുകയാണ്, nന് സ്പെസിഫിക് സ്പീഡ് ns എന്നും കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരുന്നു, ഈ വാല്യൂസ് നമ്മൾ ഈ മേലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ pക്ക് 1 എന്ന് കൊടുക്കുമ്പോൾ 1 ഈക്വൽ ടു k അങ്ങനെ തന്നെ ഉണ്ട്. hന് 1 കൊടുക്കുമ്പോൾ 1 പവർ 5/2 ബൈ n. ഇൻസ്റ്റെഡ് ഓഫ് n സ്ക്വയർ വി ക്യാൻ പുട്ട് ns സ്ക്വയർ. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ns സ്ക്വയർ ഈക്വൽ ടു k എന്ന് കിട്ടും. ns സ്ക്വയർ ഈക്വൽ ടു k എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈ ഇക്വേഷനിൽ kക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ns സ്ക്വയർ എന്ന് കൊടുക്കുകയാണ്. സോ വി ക്യാൻ റൈറ്റ് p ഈക്വൽ ടു ns സ്ക്വയർ ഇൻറ്റു h പവർ 5/2 ബൈ എൻ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് സ്പെസിഫിക് സ്പീഡാണ്, ns ആണ് വേണ്ടത്. സോ നമ്മൾ nsനെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് അതർ ടേംസിനെ അതർ സൈഡിൽ കൊണ്ടുപോകണം. സോ ns സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയറിന് ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോയി. സോ എൻ സ്ക്വയർ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ h പവർ 5/2 എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് ns ആണ്. സോ ഇവിടെ ns സ്ക്വയർ ആണ്, സ്ക്വയർ റൂട്ട് അതർ സൈഡ് കൊണ്ടുപോകണു. സോ ns ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പി ബൈ h പവർ 5/2 ആണ്. അപ്പോൾ ഇതിൽ റൂട്ട് ഓഫ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ആണ്, റൂട്ട് ഓഫ് പി എന്ന് പറഞ്ഞാൽ റൂട്ട് പി ആണ്, റൂട്ട് ഓഫ് h പവർ 5/2 എന്ന് പറഞ്ഞാൽ h പവർ 5/2 ഹോൾ പവർ 1/2 ആണ്. സോ 5/4 എന്നാവും. സോ ദ ആൻസർ ഈസ് ns ഈക്വൽ ടു n ഇൻറ്റു റൂട്ട് പി ബൈ h പവർ 5/4. ഇത് ഫൈനൽ ഇക്വേഷനാണ്. അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷൻ. സ്പെസിഫിക് സ്പീഡ് നമ്മൾ യൂസ് ചെയ്യേണ്ട യൂണിറ്റ് എന്ന് പറഞ്ഞാൽ RPM തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് എ സ്പെസിഫിക് സ്പീഡ്. അതായത് സ്പെസിഫിക് സ്പീഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് എന്തിനാണ് ഈ സ്പെസിഫിക് സ്പീഡ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ടർബൈനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി ചൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സ്പെസിഫിക് സ്പീഡ്. അപ്പോൾ നമുക്കൊരു ഏത് ആവശ്യമുള്ള ടർബൈനാണ്, ഏതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് പെൽട്ടൺ ടർബൈൻ ആണോ, ഫ്രാൻസിസ് ടർബൈൻ ആണോ, കെപ്ലാൻ ആണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെയിൻ പാരാമീറ്ററാണ് ഏത്, സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം സ്പെസിഫിക് സ്പീഡിൻ്റെ. അപ്പോൾ ആ സ്പെസിഫിക് സ്പീഡ് നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞൊരു ടേബിളിൽ തന്നിട്ടുണ്ട്. സ്പെസിഫിക് സ്പീഡിൻ്റെ റേഞ്ചാണ് തന്നിട്ടുള്ളത്. ദെൻ ഓരോ റേഞ്ചിനും ഉള്ള ഏതാണ് ടർബൈൻ എന്നുള്ള കാര്യങ്ങൾ, ടൈപ്പ് ഓഫ് ടർബൈൻസ് ഏതാണ് തന്നിട്ടുണ്ട്. ഇപ്പോൾ MK സിസ്റ്റം ഉണ്ട്, SA സിസ്റ്റം ഉണ്ട്. ഏത് സിസ്റ്റം വേണമെങ്കിൽ നോക്കാം. നമുക്ക് യൂഷ്വലി വേണ്ടി
വരെ SA സിസ്റ്റമാണ്. ഇപ്പോൾ സ്പെസിഫിക് സ്പീഡിൻ്റെ റേഞ്ച് 8.5 to 30 ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ടർബൈൻ എന്ന് പറയുന്നത് പെൽട്ടൺ വീലായിരിക്കും. പെൽട്ടൺ വീലിൽ തന്നെ വിത്ത് സിംഗിൾ ജെറ്റുള്ള പെൽട്ടൺ വീലാണെങ്കിൽ സ്പെസിഫിക് സ്പീഡിൻ്റെ റേഞ്ച് എത്രയായിരിക്കും? 8.5 മുതൽ 30 ആയിരിക്കും. അതേപോലെ ഇനി 30 തൊട്ട് 51 സ്പെസിഫിക് സ്പീഡിൻ്റെ റേഞ്ച് എങ്കിൽ അതും പെൽട്ടൺ വീൽ തന്നെയാണ് വിത്ത് 2 or more ജെറ്റ്, 2 അതിൽ കൂടുതലോ ജെറ്റ്സ് ഉണ്ടാവും. ഇനി സ്പെസിഫിക് സ്പീഡ് 51 മുതൽ 225 ആണെങ്കിൽ ടൈപ്പ് ഓഫ് ടർബൈൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഫ്രാൻസിസ് ടർബൈൻ ആണ്. സ്പെസിഫിക് സ്പീഡ് 255 to 860 ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ഓഫ് ടർബൈൻ സെലക്ട് ചെയ്യേണ്ടത് കെപ്ലാൻ ടർബൈൻ ഓർ പ്രൊപ്പല്ലർ ടർബൈൻ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ഉണ്ട്. അടുത്ത് തന്നെ പ്രോബ്ലം ഒന്ന് നോക്കാം. സിമ്പിൾ പ്രോബ്ലം ആണ്. എ ടർബൈൻ ഡെവലപ്സ് 7225 kilowatt power under a head of 25 meters at 135 rpm. Calculate the specific speed of the turbine and state the type of the turbine. ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഡാറ്റാസ് തന്നത് വെച്ചിട്ട് നമുക്ക് എന്താണ് സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിച്ചിട്ട് അത് ഏത് ടർബൈൻ ആണെന്നും കൂടി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ ഗിവൻ ഡാറ്റ നോക്കുക. ടർബൈൻ ഡെവലപ്പ് ചെയ്യുന്ന പവറാണ് തന്നിട്ടുള്ളത് 7225 kilowatt പവർ. അപ്പോൾ പവർ ഡെവലപ്ഡ് എഴുതിയിട്ടുണ്ട് 7225 kilowatt എന്ന് എഴുതിയിട്ടുണ്ട്. അണ്ടർ എ ഹെഡ് ഓഫ് 25 meters വർക്ക് ചെയ്യുന്ന ഹെഡ് 25 meter, അതായത് H25 ആണ് തന്നിട്ടുണ്ട്. അറ്റ് 135 rpm സ്പീഡ് 135 ആണ് തന്നിട്ടുണ്ട്. അത് N തന്നിട്ടുണ്ട്, N 135 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ സ്പെസിഫിക് സ്പീഡാണ്, സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ. ഇപ്പോൾ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ NS എന്ന് അറിയാം. ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ അറിയാം, N × √P/h⁴ ആണെന്ന് അറിയാം. അപ്പോൾ ഇതിലെല്ലാം Nൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, Pയുടെ വാല്യൂ തന്നിട്ടുണ്ട്, Hൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സോൾവ് ചെയ്തപ്പോൾ ഇവിടെ ആൻസർ കിട്ടി 205.28 എന്ന് കിട്ടി. ഓക്കെ, ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നും കൂടി പറഞ്ഞത് സ്റ്റേറ്റ് ദ ടൈപ്പ് ഓഫ് ടർബൈൻ. ഏത് ടൈപ്പ് ടർബൈൻ ആണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 205.28 rpm എന്നാണ് ആൻസർ കിട്ടിയത് അല്ലേ? അപ്പോൾ റേഞ്ച് എത്രയാണ്? 205 എന്ന് പറയുമ്പോൾ ഏതാണ്? 51ൻ്റെയും 225ൻ്റെയും ഇടയ്ക്കാണ് റേഞ്ച്. അപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ടർബൈൻ ഏതാണ്? ഫ്രാൻസിസ് ടർബൈൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതണം, സ്റ്റേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ സ്പെസിഫിക് സ്പീഡ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് 205.28. So the type of turbine is Francis turbine. Type of turbine is Francis turbine എന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ട കാര്യം. ഇനി അതേപോലെ തന്നെ ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. വായിക്കാം. എ കെപ്ലാൻ ടർബൈൻ ഡെവലപ്സ് 24,647.6 kilowatt power at an average head of 39 meters, assuming a speed ratio of 2, flow ratio of 0.6, diameter of the bore equal to 0.35 times the diameter of the runner, and an overall efficiency of 90%. Calculate the diameter, speed and specific speed of the turbine. ഓക്കെ, ഇതിലൊരു കെപ്ലാൻ ടർബൈൻ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കെപ്ലാൻ ടർബൈൻ്റെ പ്രോബ്ലം പഠിച്ചതാണ്. അപ്പോൾ അതിൽ അതേ കെപ്ലാൻ ടർബൈന് വേണ്ടി പഠിച്ച ഇക്വേഷൻസ് കാര്യങ്ങളും വെച്ചിട്ടാണ് ഇതിൽ സോൾവ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ സ്പെസിഫിക് സ്പീഡ് ഒന്ന് കണ്ടുപിടിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഈ പ്രോബ്ലം ഒന്ന് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡാറ്റാസ് നോക്കുക. അവർ തന്നിട്ടുണ്ട് കെപ്ലാൻ ടർബൈൻ ഡെവലപ്പ് ചെയ്യുന്ന പവറും തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് അവർ ഷാർപ്പ് പവർ തന്നിട്ടുണ്ട് 24,647.6 kilowatt ആണ് തന്നിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന നെറ്റ് ഹെഡ് തന്നിട്ട് 39 meters, സോ H39 meter തന്നിട്ടുണ്ട്. ദെൻ സ്പീഡ് റേഷ്യോ 2 എന്ന് തന്നിട്ടുണ്ട്. സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയാം KU ആണ്. ആ വാല്യൂ എത്രയാണ്? 2 എന്ന് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് U1 × √2GH എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 എന്ന് തന്നിട്ടുണ്ട് അവർ. സ്പീഡ് റേഷ്യോ 2 എന്ന് തന്നിട്ടുണ്ട്. അത് KUയുടെ വാല്യൂ KU എന്ന് പറഞ്ഞാൽ U/√2GH ആണ്. ഇതിലൊരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, ഇത് വേണ്ട. KUയുടെ വാല്യൂ 2 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ്
അതിൽ നിന്ന് നമുക്ക് യു കാണാം. യു ഈക്വൽ ടു എന്താണ് 2 × √2gh ആണ്. അപ്പോൾ ഇവിടെ എച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ യുടെ വാല്യൂ നമുക്ക് കിട്ടും 55.32 m/s കിട്ടും. ഇനി അതുപോലെ ഫ്ലോ റേഷ്യോ 0.6 തന്നിട്ടുണ്ട്. അത് KF തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് VF കാണാം. ഇപ്പോൾ VF ഈക്വൽ ടു 0.6 × √2gh അത് ചെയ്യുമ്പോൾ 16.59 m/s കിട്ടി. ഇനി ഇവിടെ പറഞ്ഞ ഡയമീറ്റർ ഓഫ് ദ ബോസ് ഈക്വൽ ടു 0.35 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ റണ്ണർ. റണ്ണറിൻ്റെ ഡയമീറ്ററിന് 0.35 ടൈംസ് ആണ് ബോസിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് ബോസ് എന്ന് പറഞ്ഞാൽ അറിയാം DB ആണ്. DB ഈക്വൽ ടു എന്താണ് 0.35 ഡയമീറ്റർ ഓഫ് റണ്ണർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ DB ഈക്വൽ ടു 0.35 × DO എന്ന് എഴുതാണ്. DO ആണ് നമ്മൾ ഔട്ടർ ഡയമീറ്റർ ഓഫ് റണ്ണർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഓവറാൾ എഫിഷ്യൻസി തന്നിട്ടുണ്ട് എത്രയാണ് 90% തന്നിട്ടുണ്ട്. സോ ηO ഈക്വൽ ടു 90%, ദാറ്റ് ഈസ് 0.9 എന്ന് എഴുതാം. പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ട് സിംപ്ലി ഡയമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കെപ്ലാൻ ടർബൈൻ ആണ്. സോ നമുക്ക് ഔട്ടർ ഡയമീറ്ററായ DO ആണ് കാണേണ്ടത്. ദെൻ സ്പീഡ് കാണണം, N കാണണം, ദെൻ സ്പെസിഫിക് സ്പീഡ് ഓഫ് ദ ടർബൈൻ കാണണം, അത് NS കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കാണേണ്ടത്. അപ്പോൾ അത് കാണാനായിട്ട് ആദ്യം തന്നെ ഡയമീറ്ററാണ് കാണേണ്ടത് അല്ലേ. ഡയമീറ്റർ DO ആണ് കാണേണ്ടത്. അപ്പോൾ DO കാണണമെങ്കിൽ നമുക്കിവിടെ അറിയുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് വെച്ചിട്ട് കെപ്ലാൻ ടർബൈൻ്റെ കേസിൽ നമുക്ക് ഡിസ്ചാർജ് വെച്ചിട്ടുള്ള റിലേഷൻ അറിയുള്ളൂ. ഇതാ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഡയമീറ്റർ കാണാൻ നമുക്ക് അറിയുള്ളൂ. Q ഈക്വൽ ടു എന്താണ് π/4 D0² - DB² × VF1 എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെപ്ലാൻ ടർബൈനിൽ ഡിസ്ചാർജിൻ്റെ റിലേഷനാണിത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ ഇതിൽ ഡിസ്ചാർജ് നമുക്കറിയണം, ഡിസ്ചാർജ് അറിയണം, VF1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, DB അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, D0 അറിയുള്ളൂ. അപ്പോൾ ഇത് കാണാനായിട്ടാണ്, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നോക്കുകയാണ്. ചോദ്യത്തിൽ അവർ ഓവറാൾ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ ആണെന്ന് അറിയാം. അപ്പോൾ അത് നമ്മൾ ഇടുമ്പോൾ ഇവിടെ ഷാഫ്റ്റ് പവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാട്ടർ പവർ എന്ന് പറഞ്ഞാൽ ρg/QH/1000 ആണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓവറാൾ എഫിഷ്യൻസി 0.9 വിച്ച് ഈസ് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ ബൈ ρg/QH/1000. ഇതിലെല്ലാം നോക്കുമ്പോൾ റോ ഡിഫോൾട്ടായിട്ട് അറിയാം, G അറിയാം, H അറിയാം. ഇതിൽ അൺനോൺ ആയിട്ടുള്ളത് Q മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ ഓവറാൾ എഫിഷ്യൻസിയുടെ റിലേഷൻ വെച്ചിട്ട് Qയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അത് കിട്ടി 71.58 m3/s കിട്ടി. അപ്പോൾ ആ ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണു, ഈ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 71.58 ഈക്വൽ ടു π/4 × D0 അറിയില്ല, അപ്പോൾ അതിൻ്റെ D0² തന്നെ ഇട്ടു. -DB എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്താണ്, DB ഈക്വൽ ടു 0.35 D0 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ DBക്ക് പകരം 0.35 D0² ഇട്ടു. ഇൻറ്റു VF1 എന്ന് പറഞ്ഞാൽ 16.59 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി ഇതിനകത്ത് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാണ്. സോ 71.58 ലെഫ്റ്റ് സൈഡ് ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു π/4 × D0² മൈനസ് ഈ 0.35 സ്ക്വയർ ചെയ്തപ്പോൾ 0.1225 D0² ഇൻറ്റു 16.59 ആയി. ഇത് സോൾവ് ചെയ്തു നമ്മൾ. ഇപ്പോൾ ഇവിടെ D0² മൈനസ് 0.1225 D0² ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ π/4 ഇൻറ്റു 0.8775 D0² ഇൻറ്റു 16.59 കിട്ടും. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ D0² ഒരു ടേമിൽ മാത്രമായിട്ട് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 71.58 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 11.433 D0² ആണ്. അപ്പോൾ ഇത് നമ്മൾ D0ൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ D0 ഈക്വൽ ടു √71.58 ബൈ 11.433 വിച്ച് ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ. D0ൻ്റെ വാല്യൂ കിട്ടി നമുക്ക് എത്രയാണ്, 2.5 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ D0 കിട്ടിയ സ്ഥിതിക്ക് D0ൻ്റെ വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, DB കണ്ടുപിടിക്കുക. DBയുടെ വാല്യൂ എത്രയാ, DB ഈക്വൽ ടു എന്തായിരിക്കും, ദിസ് ഈസ് DB ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, DB ഈക്വൽ ടു 0.35 ഇൻറ്റു D0 ആണ്. അത് ചെയ്തപ്പോൾ നമുക്ക് DBയുടെ വാല്യൂ 0.875 മീറ്ററിന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞു. ഓക്കെ, ഡയമീറ്ററാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയമീറ്റർ ഓഫ് റണ്ണർ നമുക്ക് കണ്ടു, D0 കണ്ടു, DBയും കണ്ടു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്, സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ആണ്. സ്പീഡ് ഓഫ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഇത് കെപ്ലാൻ ടർബൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെപ്ലാൻ ടർബൈൻ നമുക്ക് ടാൻജൻഷ്യൽ വെലോസിറ്റി കാണാൻ ഇക്വേഷൻ അറിയാം. U1 ഈക്വൽ ടു എന്താണ് π D0n/60 എന്ന് എഴുതാം. ഇത് കെപ്ലാൻ ടർബൈൻ ആയതുകൊണ്ട് U1 ഈക്വൽ ടു U2 ഈക്വൽ ടു U എന്നാണ് പറയുക. സോ U ഈക്വൽ ടു π D0n/60 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ U നമ്മൾ ഓൾറെഡി നമുക്ക്
സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ആ സ്പീഡ് റേഷ്യോയിൽ നിന്ന് നമ്മൾ യു ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 55.32 എന്ന് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ഡി നോട്ട് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൺനോൺ ആയിട്ടുള്ള എൻ ആണ്. അപ്പോൾ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എൻ മാത്രം നിർത്തി ബാക്കിയുള്ള ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ എന്നിൻ്റെ വാല്യൂ കിട്ടി 422.61 RPM എന്ന് കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡാണ്. സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയാം, നമുക്ക് ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയാം. n=n√p/h⁴ ആണ്. അപ്പോൾ ഇതിൽ എന്നിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ട്, എച്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ട്, എല്ലാ വാല്യൂസ് അവൈലബിൾ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ 680.76 RPM എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി, സ്പെസിഫിക് സ്പീഡ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് സ്പീഡിൻ്റെ റേഞ്ച് ഇപ്പോൾ 680.76 അല്ലേ? ഇത് കപ്ലാൻ ടർബൈൻ എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? നമ്മൾ ഈ സിഗ്നിഫിക്കൻസിൽ റേഞ്ച് നോക്കിക്കേ 255 to 860 ആണ് ഏതിൻ്റെ? കപ്ലാൻ ഓർ പ്രൊപ്പല്ലർ ടർബൈൻ. അപ്പോൾ നമ്മൾ ചെയ്തത് എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഇങ്ങനെ ഇതൊന്ന് കൗണ്ടർ വെരിഫൈയും കൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു.